Start camera. Rolling, sir. Action! തുടർ സിനിമ കണ്ടുവന്നിരിക്കുകയാണ്. ഇമോഷൻ ആണോ? കരഞ്ഞോ? ഞാൻ ഭയങ്കര ഇമോഷണൽ ആക്ച്വലി. ഇതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ലാലേട്ടൻ. നമ്മൾ ആഗ്രഹിക്കുന്ന ലാലേട്ടന്റെ കുറെ സാധനങ്ങളുണ്ടല്ലോ, അതായത് നമ്മൾ ലാലേട്ടൻ തിങ്സ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. ഫസ്റ്റ് ഹാഫിൽ മൊത്തം അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട്. ലാലേട്ടനെ ഇങ്ങനെയൊക്കെ ഒന്ന് കാണാൻ പറ്റുന്നത് വല്ലപ്പോഴും ഗംഭീരം. അത് സ്റ്റാറിനെ നമുക്ക് കിട്ടുന്നുണ്ട്. നടനെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്, ഒരു പുണ്യം ചെയ്യണം. അത് ലാലേട്ടന്റെ പെർഫോമൻസ് ആണെങ്കിലും അങ്ങേരുടെ ഫിസിക് ആണെങ്കിലും അങ്ങേരുടെ ആക്ടിങ് ആണെങ്കിലും അങ്ങേരെ എവിടെയും പോട്ടിൽ അങ്ങേര് തീർന്നിട്ടില്ല. ഞാൻ വീഴ്വേൻ എന്ന് നിனைத்தாயோ? കുറെ പേര് കിടന്ന് ചുമ്മാ താളം അടിക്കുന്നുണ്ട്. പോയി പറഞ്ഞു ഈ പടമൊക്കെ വന്ന് കണ്ടിട്ട് മോഹൻലാൽ എന്താണ്, മോഹൻലാലിന്റെ പെർഫോമൻസ് എന്താണ്. മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടനെ യൂസ് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാർ വന്നാൽ തരുൺമൂർത്തി 100% ചെയ്തിട്ടുണ്ട്. ഗംഭീര പടം. എമ്പുരാനേക്കാൾ ഇതാണ് ഇഷ്ടപ്പെട്ട. കാരണം ഒരു ലാലേട്ടന്റെ പെർഫോമൻസ് കാണാനായി ഉദ്ദേശിക്കുന്ന ആർക്കായാലും ഇത് തന്നെയായിരിക്കും പ്രിഫർ. അത് ശരിയാ. ഫാമിലി പടം കാണാൻ പോയിട്ട് ത്രില്ലടിച്ച് രോമം എഴുന്നേറ്റ് വരുന്ന സംഭവം. ലാലേട്ടൻ മുണ്ടി മടക്കി കുത്തുന്ന അങ്ങനത്തെ പരിപാടി അതിന്റെ കാലം കഴിഞ്ഞ് ഇത് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ലാലേട്ടൻ പണിയും. സൂപ്പർ പടം. ഇതാണ് വേണ്ടത്. എമ്പുരാനോ കുമ്പുരാനോ അല്ല, ഇതാണ് പടം. ഇങ്ങനെയുള്ള പടമാണ് വേണം. മോഹൻലാലിനെ പോലെ നടനിൽ എല്ലാം കൊണ്ടും പാക്കഡ് ആണ്. ഇമോഷണലി മോഹൻലാൽ കരയുമ്പോൾ നമ്മളെ കൂടെ കരയും. ആ ലൈനിൽ വരും. മഴ നനയാലല്ലോ കുട്ടിച്ച, എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ മഴയത്ത് നിർത്തിയേക്കല്ലേ. മോഹൻലാൽ തുടരും. അത് ആ ടൈറ്റിൽ പോലും എന്തൊരു മനോഹര, എന്തൊരു ഇമോഷണലി ഹുക്ക് ചെയ്ത് കളയുന്നേ. Yeah, I'm here to make you hurt.